പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം അതിരൂക്ഷമായ ആടിയുലഞ്ഞു നിൽക്കുന്ന വേളയിൽ അതിർത്തിയിൽ ഇപ്പോഴും പാക് വെടിവയ്പും ഷെല്ലാക്രമണവും തുടരുകയാണ്. അതിനാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും തങ്ങൾ കൊല്ലപ്പെടാമെന്ന ഭയത്തോടെയാണ് ഇവിടെ കഴിയുന്നതെന്ന് ഗ്രാമവാസികൾ കണ്ണീരോടെ പറയുന്നു. രാത്രിയായാൽ കാതു പൊട്ടുമാറ് ശബ്ദത്തിലാണ് അതിർത്തി പ്രദേശത്ത് പീരങ്കിയുണ്ടകൾ വീഴുന്നത്. ഈ പ്രദേശം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഉത്തമ ചിത്രമാണ് നിയന്ത്രണ രേഖയിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെ രജൌരി ലാം സെക്ടറിലെ പോംഖ്രനി ഗ്രാമത്തിൽ താമസിക്കുന്ന സാഖി മുഹമ്മദിന്റെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നത്. ഇവിടെ ഓരോ രാത്രിയും പീരങ്കിയുണ്ടകൾ വീഴുന്നുവെന്നും എപ്പോഴാണ് ഞങ്ങൾ കൊല്ലപ്പെടുകയെന്ന് അറിയില്ലെന്നും ഭയന്ന് വിറച്ചാണ് കഴിയുന്നതെന്നും സാഖി പറയുന്നു. പാക് പട്ടാളം കഴിഞ്ഞ 4 ദിവസമായി പ്രദേശത്തെ ഗ്രാമവാസികൾക്ക് നേരെ വെടിവെക്കുകയാണ്. നരകതുല്യമാണ് തങ്ങൾ ഇവിടെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ സാഖി കുടുംബത്തിലുള്ള സ്ത്രീകളെയും മക്കളെയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ച കാര്യവും വേദനയോടെ പങ്കുവയ്ക്കുന്നു. ഓട്ടോമാറ്റിക് ആയുധങ്ങളും പീരങ്കികളുമടക്കം അത്യാധുനിക ആയുധങ്ങളുടെ ഒരു നിര തന്നെയാണ് പാക് പട്ടാളം ഇവിടെ പ്രയോഗിക്കുന്നത്. പൂഞ്ച് ജില്ലയിലെ കൃഷ്ണഘട്ടി, ബാലക്കോട്ടെ, ഖരി, കർമാര, മൻകോട്ടെ, തർക്കുണ്ടി എന്നീ മേഖലകളും രജൌരി ജില്ലയിലെ കലാൽ, കൽസിയാൻ, ലാം, ജൻഗാർ എന്നീ സ്ഥലങ്ങളിലുമാണ് ആക്രമണം ശക്തമായി തുടരുന്നത്. കഴിഞ്ഞ ദിവസം ജമ്മുവിലും ആക്രമണം ശക്തമായിരുന്നു. ഈ ഭാഗത്തെ വീടുകളിലെ കുട്ടികളെയും സ്ത്രീകളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കന്നുകാലികൾ അടക്കമുള്ള വളർത്തുമൃഗങ്ങളെ പരിപാലിക്കാനാണ് പുരുഷന്മാർ വീടുകളിൽ കഴിയുന്നത്. ആഴ്ചകളായി രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് പൂഞ്ചിലെ മൻകോട്ടെ നിവാസിയായ ചൗധരി ഹുസൈൻ പറയുന്നു. 2003 വെടിനിർത്തൽ കരാർ ഇവിടങ്ങളിൽ സമാധാനം കൊണ്ടുവന്നതാണ്. പക്ഷേ 2009 ശേഷം സ്ഥിതി മാറി. മേഖലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചു. ആശുപത്രികൾ 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുകയാണ്. അടിയന്തരാവശ്യം നേരിടാൻ ആംബുലൻസുകളും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടെന്ന് പൂഞ്ച് DCP രാഹുൽ യാദവ് അറിയിച്ചു. അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ നിന്നും ഒട്ടേറെ പേർ നാടുവിട്ടുപോയെന്നാണ് സൂചന. എന്നാൽ കൂട്ടപലായനമില്ലെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. ജമ്മുകശ്മീർ അതിർത്തിയിലെ 744 കിലോമീറ്റർ നിയന്ത്രണ രേഖയോടും 198 കിലോമീറ്റർ രാജ്യാന്തര അതിർത്തിയോടും ചേർന്ന പ്രദേശങ്ങളാണ് ഏറ്റവും ഭീഷണി നേരിടുന്നത്. ഇവിടങ്ങളിൽ സേന പാക് പട്ടാളത്തിന് ശക്തമായി തിരിച്ചടി നൽകുന്നുണ്ട്. പാക് പട്ടാളം കഴിഞ്ഞ ഒരാഴ്ച മാത്രം 60 തവണയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. നോർത്തേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ രൺബീർ സിംഗ്, വൈറ്റ്നൈറ്റ് കോർ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ പരംജിത് സിംഗിനൊപ്പം വ്യാഴാഴ്ച രജൌരി സെക്ടറിലെ കരസേനയുടെ മുൻനിര കാവൽപ്പുരകൾ സന്ദർശിച്ചിരുന്നു. പാക് ഷെല്ലാക്രമണം രൂക്ഷമായ ജമ്മു കശ്മീരിലെ പൂഞ്ചിലും രജൌരിയിലും ജനങ്ങളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാൻ 400 ബങ്കറുകൾ കൂടി നിർമ്മിക്കും. ഓരോ ജില്ലയിലും 200 ബങ്കറുകൾ വീതമാണ് നിർമ്മിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ അധികൃതർക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ഭൂമിക്കടിയിൽ ബോംബ് ഷെല്ലാക്രമണങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ നിർമ്മിക്കുന്ന കോൺക്രീറ്റ് ബങ്കറുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ 1 മാസം എടുക്കും. ഈ പ്രദേശത്തെ ജനങ്ങളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള 14,460 ബങ്കറുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞ വർഷം അനുമതിയായതാണ്. പക്ഷേ നിർമ്മിച്ചത് 1000 ബങ്കറുകൾ മാത്രം. 2017 ഡിസംബറിലെ കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരം 415.73 കോടി രൂപയാണ് നീക്കിവെച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും കശ്മീർ അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പാക് നടത്തിയ ഷെല്ലാക്രമണത്തിൽ അമ്മയും കുരുന്നുകളും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. പൂഞ്ച് ജില്ലയിലെ സലൗത്രയിലാണ് കരളലിയിക്കുന്ന സംഭവം നടന്നത്. റുബാന കൗസർ, ഇവരുടെ മക്കളായ ഫസാൻ, 9 മാസം മാത്രം പ്രായമുള്ള മകൾ ഷപ്നം എന്നിവരാണ് പാക് ഷെല്ലാക്രമണത്തിൽ മൃഗീയമായി കൊല്ലപ്പെട്ടത്. റുബാനയുടെ ഭർത്താവടക്കം 2 പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതോടെ സമാധാനമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന പാക് വാദം പച്ചക്കള്ളമാണെന്ന് വ്യക്തമാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.